വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ശ്രീമൂലം തിരുനാള് വരെയല്ലേ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാണി സേതു ലക്ഷ്മിബായിയെ കുറിച്ചാണ്. ശരിക്കും റാണി സേതു ലക്ഷ്മിബായി അല്ലാത്രേ അധികാരത്തിൽ വരേണ്ടത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു അധികാരത്തിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ചിത്തിര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ റീജന്റ് ആയിട്ട് നമ്മുടെ സേതു ലക്ഷ്മിബായി വരികയാണ്. അപ്പൊ റാണി സേതു ലക്ഷ്മിബായി ആരാന്നറിയോ നിങ്ങൾക്ക്? ഈ റാണി സേതു ലക്ഷ്മിബായി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ വല്യമ്മയാണ്. അപ്പോ ശ്രീ ചിത്തിര തിരുനാളിന് കൃത്യമായിട്ടുള്ള പ്രായം ആയിട്ടില്ല. സേതു ലക്ഷ്മിബായി റീജിയന്റ് ആയിട്ട് ഭരണം തുടങ്ങി. ഇവരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ദേവസ്വം വക ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ട്. നമുക്കറിയാം, ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്. അപ്പൊ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചു. മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. റാണി സേതു ലക്ഷ്മിബായി ആണ് കേട്ടോ. എന്താണ്? ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി ഇവര് നിരോധിച്ചു. ഇനി എന്താണ്? മരുമക്കത്തായം എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. മരുമക്കത്തായം മരുമക്കത്തായം കേട്ടോ. അപ്പോ മരുമക്കത്തായം മാറ്റി മക്കത്തായം എന്ന് പറയുന്ന പരിപാടി കൊണ്ടുവന്നു. മക്കൾക്ക് പ്രാധാന്യം, അല്ലാണ്ട് മരുമക്കൾക്കല്ല, പെങ്ങളുടെ മക്കൾക്കല്ല, സ്വന്തം മക്കൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്ന ഒരു പരിപാടി, മക്കത്തായം പരിപാടി കൊണ്ടുവന്നു. അപ്പൊ തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിച്ചു റാണി സേതു ലക്ഷ്മിബായി. എങ്ങനെ? 1925 നായർ റെഗുലേഷൻ ആക്ട് പ്രകാരം. നായർ റെഗുലേഷൻ ആക്ട് 1925 നായർ റെഗുലേഷൻ ആക്ട് പ്രകാരം മക്കത്തായം സിസ്റ്റം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് റാണി സേതു ലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്താണ് ദേവദാസി എന്ന് പറയുന്ന സമ്പ്രദായം? അത് 1925 ആര് നിർത്തലാക്കി? സേതു ലക്ഷ്മിബായി നിർത്തലാക്കി. ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 1924 അല്ലെ. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പറയാച്ചാ, അപ്പൊ ഇവര് 1924 മുതല് 1931 വരെയാണ് ഇവര് തിരുവിതാംകൂർ ഭരിച്ചത്. 1924 ഈ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ നിവേദനം സമർപ്പിച്ചത് റാണി സേതു ലക്ഷ്മിബായിക്കാണ്. ഇനി റാണി സേതു ലക്ഷ്മിബായിയുടെ കാലത്താണ് തിരുവിതാംകൂർ ദിവാനായി M.E. വാട്സ്. ആരാണ്? M.V. വാട്സിനെ അപ്പോയിന്റ് ചെയ്തതെന്ന് ഓർത്തു വയ്ക്കാം. സേതു ലക്ഷ്മിബായിയെ ഗാന്ധിജി സന്ദർശിക്കുകയുണ്ടായി. 1925 ഗാന്ധിജി റാണി സേതു ലക്ഷ്മിബായിയെ സന്ദർശിക്കുകയുണ്ടായെന്നും കൂടി ഓർക്കാട്ടോ. അപ്പൊ ഇത്രയും കാര്യമാണ് റാണി സേതു ലക്ഷ്മിബായിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. റാണി സേതു ലക്ഷ്മിബായിക്ക് ശേഷം അടുത്തത് വരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇദ്ദേഹം 1931 മുതൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ച് 1949 വരെയുള്ള കാലയളവിൽ എവിടെ ഭരിച്ചു? നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ്. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? കടൽ യാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവ്. പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ്. കൊച്ചി സംവിധാനം, കൊച്ചി നിലവിൽ വന്നുല്ലോ. ആ കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖന് പകരം നമ്മൾ എന്തും പറയും? ഗവർണർ. അപ്പൊ കൊച്ചിയുടെ രാജപ്രമുഖ പദവിയിൽ ഇരുന്നിട്ടുള്ള വ്യക്തി. ഇനി അടുത്തത് വധശിക്ഷ നിർത്തലാക്കി. 1945 കാലയളവിലൊക്കെ വധശിക്ഷ നിർത്തലാക്കിയത് ആരാണ്? ഇദ്ദേഹമാണ്. എന്താണ്? വധശിക്ഷ ഇദ്ദേഹം നിർത്തലാക്കി. അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പാടാക്കി. പ്രായപൂർത്തി വോട്ടവകാശം കൊണ്ടുവന്നതും ഇദ്ദേഹം തന്നെയാണ്. 1946
പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു എന്താ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. ക്ലിയർ ആയില്ലേ? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്നാ നടന്നേ? 1936 നവംബർ മാസം 12-ാം തീയതി അഥവാ 1112 തുലാമാസം 12-ാം തീയതി എന്ന് പറയാം. അപ്പൊ ആ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ഇദ്ദേഹം. തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. അതിന് കാരണമുണ്ട്. FACT, ആലുവയിലുള്ള FACT. അതുപോലെ തന്നെ തിരുവിതാംകൂറില് എന്താണ് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് KSRTCയുടെ പോലെ തന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സംവിധാനം ആരംഭിച്ചു ട്ടോ. അതുപോലെ തന്നെ തിരുവിതാംകൂറില് റബ്ബർ വർക്ക്സ് ആരംഭിച്ചു. എന്താണ്? റബ്ബർ വർക്ക്സ് ആരംഭിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങള് ആരംഭിച്ചത് ആരാണ്? വ്യവസായവൽക്കരണം പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കൂടാണ്ട് തിരുവനന്തപുരത്ത് വിമാനത്താവളം വന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ സർവകലാശാല വന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ശ്രീചിത്ര ആർട്ട് ഗാലറി വന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. സ്വാതി തിരുനാൾ സംഗീത കോളേജ്, അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനമാണ് ഭൂപണയ ബാങ്ക്. എന്താണ്? ഭൂപണയ ബാങ്ക്. ഇതൊക്കെ വന്നത് ആരുടെ കാലത്താണ്? ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്താണ് എന്ന് ഓർത്തു വെച്ചോളൂ. ഇനി കുണ്ടറയില് നമുക്കറിയാം കളിമൺ വ്യവസായത്തിന് പേര് കേട്ട സ്ഥലമാണ്. അപ്പൊ കുണ്ടറ കളിമൺ ഫാക്ടറി ഇദ്ദേഹത്തിന്റെ കാലത്ത് നിലവിൽ വന്നു. അതുപോലെ തന്നെ പുനലൂര് എന്ന് പറയുന്ന സ്ഥലത്ത് കൊല്ലം ജില്ലയിൽ പ്ലൈവുഡ് ഫാക്ടറി ഇദ്ദേഹത്തിന്റെ കാലത്ത് നിലവിൽ വന്നു. ഇതൊക്കെ നിലവിൽ വന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണെന്ന് ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് 1991 എന്താണ്? അന്തരിക്കുകയാണ്, മരണമടയാണ് ചെയ്യണേ കേട്ടോ. ശ്രീ ചിത്തിര തിരുനാളിന്റെ പ്രമുഖ ദിവാനാണ് CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്നത്. എന്താണ്? CP രാമസ്വാമി അയ്യർ ആണ് ഇദ്ദേഹത്തിന്റെ ദിവാൻ. CP രാമസ്വാമി അയ്യർ 1936 തിരുവിതാംകൂർ ദിവാനാവാണ്. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി തിരുവിതാംകൂർ സർവകലാശാലയുടെ ഇതാണ് ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? വൈസ് ചാൻസലർ നമ്മുടെ CP രാമസ്വാമി അയ്യരാണ്. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാനും ആരാണ്? ഇദ്ദേഹമാണ്. എന്താണ്? സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ CP രാമസ്വാമി അയ്യരെയാണ് പറയേണ്ടത്. സർ CP രാമസ്വാമി അയ്യരെ 1947 ജൂൺ മാസം 25 ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് KCS മണിയാണ്. ആരാണ്? KCS മണിയാണ്. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ആരെ കുറിച്ച് പഠിക്കാനുള്ളത്? ശ്രീ ചിത്തിര തിരുനാൾ. ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ പറയാത്ത കാര്യങ്ങളൊക്കെ തന്നെ പലതും ഫാക്സിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാത്ത. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ
എന്താ പറയാ നമ്മൾ വന്യജീവി സങ്കേതമൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, നെല്ലിക്കാമ്പെട്ടി അല്ലെ എന്ന് പറഞ്ഞ വന്യജീവി സങ്കേതം കൊണ്ടുവന്നു 1934 ശ്രീ ചിത്രാ തിരുനാളുടെ കാലത്താണ്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഓരോ വ്യക്തികളെ കുറിച്ചും ഓരോ രാജാക്കന്മാരെ കുറിച്ചും ഇവിടെ പറയാത്തത് മറ്റു പല ഭാഗങ്ങളിലും കണക്റ്റഡ് ആണ്, പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് വ്യക്തികളെ കുറിച്ച് പഠിച്ചു, റാണി സേതു ലക്ഷ്മിബായി, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നന്നായി പഠിക്കാൻ നിങ്ങൾ, ടീച്ചർക്ക് മാക്സിമം ടീച്ചർ പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ട് ക്ലാസ്സുകൾ പോയിന്റുകൾ പറയാനായിട്ട് ടീച്ചർ ശ്രമിക്കുന്നുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും രീതിയിൽ ആഡ് ചെയ്യണം, വേറെ രീതിയിലൊക്കെ വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ.